ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീട്, 5 വീടുകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയുള്ള ഒരു വീടാണ് ഇത്. 4.6 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ അടങ്ങുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീട്. ഇനി ഒരു വീട് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി 4 വില്ലകളും ഓൾറെഡി സോൾഡ് ഔട്ടാണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. മുറ്റത്ത് കടപ്പ കല്ലുകളും കോബിൾ സ്റ്റോണും എല്ലാം ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമായിട്ടുണ്ട്. ഇവിടെ എല്ലാം പെബിൾസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ധാരാളം ശുദ്ധജലം ഉള്ള ഏരിയയിലാണ് ഈ വീട് വരുന്നത്. വീടിന് 2 കോർട്ട്യാർഡുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മോഡേൺ സ്റ്റൈൽ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. എയർപോർട്ട് സീപോർട്ട് റോഡിലേക്ക് ഏകദേശം 1 കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം വരുന്നത്. അതുപോലെ തന്നെ HMD ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം ഏകദേശം 3 കിലോമീറ്ററാണ്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ അകലമുണ്ട്. എയർപോർട്ടിലേക്ക് 21 കിലോമീറ്ററാണ് അകലം വരുന്നത്. മുറ്റത്ത് ചെറിയ ഗാർഡൻ സ്പേസ് എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ്. തേക്കുട്ടാണ് വീടിന് കൂടുതലായും ഉപയോഗിച്ചിരിക്കുന്നത്. ആഞ്ഞിലിയും മഹാഗണിയും ഉപയോഗിച്ചിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് തേക്കൂട്ടിലാണ്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. വളരെ മികച്ച രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. 4x2 വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. കർട്ടൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ജനലുകൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ലിവിംഗ് സ്പേസ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോവ് ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ചെറിയൊരു ഇൻറ്റീരിയർ ഗാർഡൻ സ്പേസും നമുക്കിവിടെ കാണാം. ആ ഭിത്തിയിൽ ക്ലാഡിംഗ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ഷാൻലിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗവും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൻ്റെയും ഡൈനിങ് സ്പേസിൻ്റെയും ഇടയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പേസ് തന്നെയാണ് ഡൈനിങ് ഏരിയ. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മികച്ച രീതിയിൽ നൽകിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ വരുന്നുണ്ട്. ഐലൻഡ് ടൈപ്പ് കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകൾ ഇവിടെ ഇതിന് മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്കുകളും കിച്ചൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. കിച്ചന് പുറമേ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. ഇവിടെയും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. ടേബിൾ ടോപ്പായി ഇവിടെയും നാനോ വൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡൻ ഡിസൈനിലുള്ള ഫ്ലോർ ടൈലുകളാണ് കിച്ചണിലും വർക്ക് ഏരിയയിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. 3 ബെഡ്റൂമുകൾ അടങ്ങുന്നതാണ് ഈ വില്ല. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്കൊരു കോർട്ട്യാർഡിലേക്കുള്ള പ്രവേശനം കൂടി നൽകിയിട്ടുണ്ട്. ഫുള്ളി ഗ്ലാസ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഏരിയ. കലാത്തിയ പ്ലാൻസ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് ബെഡ്റൂം. കോട്ട് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിംഗ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ വലിയ ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. കർട്ടൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും മികച്ച രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു.
എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് ഈ വീടിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പുകളിൽ ടൈലാണ് നൽകിയിരിക്കുന്നത്. ടഫൺ ഗ്ലാസും തേക്കുഡും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നും 2 ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ട ഷാൻലിയർ ആണ് ഇവിടെ കാണുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മികച്ച രീതിയിൽ തന്നെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഒരു വശത്ത് 3 പാളി വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് ബാത്റൂം. പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് എല്ലാ ബാത്റൂമുകളും ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടില്ല. താഴത്തെ ബാത്റൂമിലാണ് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇരുവശത്തും ഓരോ പാളിയുള്ള ജനൽ കൊടുത്തിട്ടുണ്ട്. ഒരു വശത്തായിട്ട് 3 പാളിയുള്ള ഒരു വലിയ ജനലും നൽകിയിരിക്കുന്നു. ഇവിടെയും വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. 4.6 സെൻറ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്നതാണ് ഈ വില്ല. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്കിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ 7 കിലോമീറ്ററാണ് അകലം വരുന്നത്. എയർപോർട്ടിലേക്ക് വരുന്ന ദൂരം 21 കിലോമീറ്ററാണ്. വളരെ മികച്ച രീതിയിലും മികച്ച എലവേഷനിലും ആണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 5 വില്ലകളാണ് ഇവിടെ ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ ഇനി ഒരു വില്ല മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ഇതാണ് ബാൽക്കണി. ഈ വീടിന് ആവശ്യപ്പെടുന്ന വില 1,10,00,000 രൂപയാണ്. പക്ഷേ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.